പരീക്ഷയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏകദേശം 48 ദിവസമാണുള്ളത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയായിരിക്കും. അതായത് അതിലൂടെ നമ്മുടെ സ്കോർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ JPHN എക്സാം പരീക്ഷയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ ഈ വരുന്ന, അതായത് ജൂലൈ മാസം 18-ാം തീയതിയാണ് എക്സാം വരുന്നത് അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഏകദേശം 48 ദിവസമാണുള്ളത്. കൃത്യമായിട്ട് നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ഏകദേശം 47 ദിവസമാണുള്ളത് അല്ലേ. അപ്പോൾ ഇതില് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയായിരിക്കും. അതായത് നിങ്ങളിൽ പലരും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലിസ്റ്റിൽ വന്നു, പക്ഷേ ഒരു 1-2 മാർക്ക് അല്ലെങ്കിൽ പോട്ടെ ഒരു 0.3 മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയാത്തവരുണ്ടാവും അല്ലെ. നിങ്ങൾ ആക്ച്വലി അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, കുറെ റിവിഷനും ഒക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിരുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് ആക്ച്വലി ഈ പറയുന്ന പോലെ തൊട്ടടുത്ത് വന്നിട്ട് നമുക്ക് ഇതങ്ങ് മിസ്സായി പോവാം അല്ലെ. അപ്പൊ ആക്ച്വലി നമ്മുടെ അക്കാഡമിയിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് ലഭിച്ചിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അവർക്ക് ഒരു മറുപടി എന്നോണം നമ്മൾ ആക്ച്വലി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നിങ്ങൾക്ക് പഴയ എക്സാംസ് അല്ലെങ്കിൽ പ്രീവിയസ് എക്സാംസ് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരാറില്ല. അതായത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അതുപോലെ ഒത്തിരി ഒന്നും വരാറില്ല, എന്നാൽ കുറച്ചൊക്കെ നമുക്ക് സെയിം ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കാണാപ്പാഠം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ സെയിം ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതായത് PSCക്ക് ഇഷ്ടമുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടാവും അല്ലെ, അവിടെ നിന്ന് മാറിയും തിരിഞ്ഞൊക്കെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ റാഷണൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അത് കൂടാതെ തന്നെ ഒരു എക്സ്പേർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇനി ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ നമ്മുടെ ഫുൾ സിലബസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ സിലബസ് കവർ ചെയ്തു വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ആക്ച്വലി അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മളെ നെഗറ്റീവ് മാർക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതിലൂടെ നമ്മുടെ സ്കോർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ 2 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചിൽ നമ്മൾ നൽകുന്നത്. അതിന്റെ അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. ഇത് കൂടാതെ തന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, നമ്മുടെ ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ റെഗുലർ ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് നമ്മൾ അവർക്ക് നൽകുക കേട്ടോ. അപ്പം ഇത് കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക, കൂടാതെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഇനി ആക്ച്വലി PSCയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിംഗ് തീരുമാനം, അതിന്റെ മിനിറ്റ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുക. അതായത് 26-ന് ചേർന്ന PSC യോഗത്തിൽ എടുത്ത ഡിസിഷനാണ് നമ്മുടെ JPHN എക്സാം അല്ലെ. JPHN എക്സാം മെയിൻ ആയിട്ട് DHS DME ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നടത്തിയിരുന്നത്. ഇത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ കാറ്റഗറീസിൽ നടത്തിയിരുന്നു. അതില് DME പോയിട്ട് ബാക്കി, അതായത് DHSന്റെയും ബാക്കി സ്പെഷ്യൽ കാറ്റഗറിയിലെയും എക്സാം എഴുതിയവർക്ക് അധികം താമസമില്ലാതെ തന്നെ അവരുടെ പ്രോബബിലിറ്റി ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതാണ് താഴെ പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും, അതായത് പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൽ രണ്ടാമതായിട്ട് വരുന്നത് വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 520/2024. നിങ്ങൾ കാറ്റഗറി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. DHS വിളിച്ചിരുന്നത് ഈ കാറ്റഗറി നമ്പർ ആയിരുന്നു. അപ്പോൾ DHSൽ അപ്ലൈ ചെയ്തവർ കൂടാതെ പല കാറ്റഗറീസിലും അപ്ലൈ ചെയ്തവർക്ക് അധികം താമസമില്ലാതെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ, അതായത് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ PSC പ്രൊഫൈലിലും മെസ്സേജ് വരുന്നതായിരിക്കും. ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക, മെസ്സേജസ് നോക്കുക. ഇൻ കേസ് മെസ്സേജ് വന്നില്ലെങ്കിലും ഇടയ്ക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അതിൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇതിൽ ആക്ച്വലി വയനാട് ഡിസ്ട്രിക്റ്റിൽ ഈ ഇടയ്ക്ക് വന്നിരുന്നു, അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ DHSൽ അപ്ലൈ ചെയ്തവർക്ക് അധികം താമസമില്ലാതെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരും, അത് ചെയ്യുക. കൂടാതെ അതിനോടൊപ്പം തന്നെ പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ
വെരിഫിക്കേഷനും പിന്നെ ഷോർട്ട് ലിസ്റ്റും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെടുക കേട്ടോ. ഷോർട്ട് ലിസ്റ്റും പിന്നെ അതിനുശേഷം വെരിഫിക്കേഷനും അതിനുശേഷം ഫൈനൽ ലിസ്റ്റും ആയിരിക്കും PSC പബ്ലിഷ് ചെയ്യുക. അപ്പം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് കൂടാതെ തന്നെ ഇതിന്റെ ചുവട് പിടിച്ച് തന്നെ നമ്മുടെ DMEയുടെയും ലിസ്റ്റ്, DMEയുടെ JPHന്റെ ലിസ്റ്റും ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടിരിക്കുക. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DME എക്സാമിന് ഇനി ഏകദേശം 47-48 ദിവസമാണുള്ളത്. നന്നായിട്ട് പഠിക്കുക, മാക്സിമം റിവിഷനും ക്വസ്റ്റ്യൻ വർക്കൗട്ടും ഒക്കെ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.